തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിലെ ഇടത് സ്വതന്ത്രൻ നടനും ഒക്കെ ആയിട്ടുള്ള സുധീർ കരമനയാണ് ഇപ്പോൾ എനിക്കൊപ്പം ഉള്ളത്. എങ്ങനെ പോകുന്നു പ്രചരണം? നമസ്കാരം. പ്രചരണം നല്ല രീതിയിൽ പോകുന്നു. കഴിഞ്ഞ ഒരു 3-4 ദിവസത്തിനകത്ത് തന്നെ എല്ലാ വോട്ടേഴ്സിൻ്റെ ഇടയിലേക്കും എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതാണ്ട് 20-ാം തീയതി ആണ് സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചുള്ള 21-ാം തീയതി അതിനെ ഔദ്യോഗികമായി ഡിക്ലെയർ ചെയ്യുന്നു. അപ്പോൾ അതിന് ശേഷമുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് തീർച്ചയായും എല്ലാ ജനങ്ങളിലേക്കും എത്തുന്ന രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നടനും സാംസ്കാരിക പ്രവർത്തകനും അധ്യാപകനും ഒക്കെയാണ്. അപ്പോൾ ആ രംഗത്തെ ഒരു മികവ് കൂടി രാഷ്ട്രീയ രംഗത്ത് കൂടി സജീവമാക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയാണോ ഉള്ളത്? 100%. അത് എനിക്ക് പ്രതീക്ഷ എന്നുള്ളതിനേക്കാൾ ഞാൻ നിൽക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നെ സ്ഥാനാർത്ഥിയാക്കണമെങ്കിൽ ആ വിശ്വാസം എന്നെക്കാളേറെ മുന്നണിക്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണല്ലോ, അല്ലാതെ നിർത്തത്തില്ലല്ലോ. അപ്പോൾ തീർച്ചയായും അതനുസരിച്ച് മുന്നണി ഈ പറയുന്നതനുസരിച്ച് മുന്നോട്ട് പ്രവർത്തിക്കുവാനും ആ പ്രതീക്ഷ നിലനിർത്തുവാനും കഴിയും എന്നുള്ള പ്രതീക്ഷയാണ്. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ SP ദീപക് പേട്ട അവാർഡിൽ നിന്ന് ജനവിധി തേടിയ സമയത്ത് അങ്ങായിരുന്നു സ്റ്റാർ ക്യാമ്പയിനറായി ഒപ്പം ഉണ്ടായിരുന്നത്. ഇപ്പോൾ നേരെ തിരിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസ് കൂടി ഉണ്ടാവുന്നത് എങ്ങനെയാണ് കാണുന്നത്? 100%. കാരണം വെച്ചാൽ ഈ ഞാനും ദീപക്കും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഇന്നും ഇന്നലെ എന്നുള്ളതല്ല, 40 വർഷത്തിൽ കൂടുതലുള്ള ബന്ധമാണ്. ദീപക്കിനോടൊപ്പം ഞാൻ എന്നും ഉണ്ടാകും. അപ്പോൾ ആ രീതിയിലുള്ള അത് എന്നോടൊപ്പം ദീപക്കും എന്നും ഉണ്ടാകും. അങ്ങനെയുള്ള ഒരു പ്രവർത്തന മേഖലയിലൂടെയാണ് ഞങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കലാലയ ജീവിതം എനിക്ക് വേണ്ടി ഈ ഇലക്ഷന് പൈസ അടയ്ക്കുന്നത് പോലും യൂണിവേഴ്സിറ്റി കോളേജിലെ അലുമിനിയാണ്. യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഞങ്ങളുടെ ഒരു സൗഹൃദ ബന്ധം എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് എവിടെ പോയാലും യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ബന്ധമുണ്ട്. ആ ബന്ധം ഇന്നും നമ്മൾ പുലർത്തുന്നു. ഇപ്പോഴും വെളിയിൽ നിൽക്കുന്നതെല്ലാം ഞങ്ങളുടെ കൂട്ടുകാരെല്ലാവരും നിൽക്കുക. സിറ്റിംഗ് MLA ആയിരുന്ന ആൻ്റണി രാജു ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമല്ല, അങ്ങയ്ക്കൊപ്പം ഇല്ല. അത് വലിയ വിമർശനങ്ങളും വിവാദങ്ങളും ഒക്കെ ഉയരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അതിൽ എന്താണ് പ്രതികരണം? അല്ല, സജീവമല്ല എന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുക? അദ്ദേഹത്തിൻ്റെ ഒരു ഓൺലൈനിൽ വളരെ ശക്തമായ വീഡിയോ ക്ലിപ്പിംഗ് ഇറങ്ങിക്കഴിഞ്ഞു ഇന്നലെ തന്നെ. അതിൽ തന്നെ വളരെ വ്യക്തമായി അദ്ദേഹം പറയുന്നുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് അപ്പമാണ് പുള്ളിയെന്നും അതിനോടൊപ്പം തന്നെ എനിക്ക് സപ്പോർട്ട് ചെയ്യണമെന്നും അതിൽ അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് നേരിട്ട് ഇറങ്ങുന്നതിന് ഓരോരുത്തർക്കും അവരവരുടെയായ ബുദ്ധിമുട്ടുകളും സമയവും ആവശ്യമാണ്. ഓരോരുത്തരുടെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ വരുമ്പോഴാണത് അദ്ദേഹത്തിൻ്റെ എത്രയോ പേർക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. ഇറങ്ങാൻ പറ്റുന്ന സമയത്ത് അവർ ഇറങ്ങുകയും ചെയ്യും. അദ്ദേഹത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ അത് അങ്ങനെ ഒരു വീഡിയോ തരുമായിരുന്നോ? അത് എന്താണ് ആലോചിക്കാറ്? അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസ് ഈ ഘട്ടത്തിൽ ആവശ്യമില്ല. തീർച്ചയായിട്ടും ആവശ്യമാണ്. അദ്ദേഹം പ്രസൻസ് ആവശ്യമായ സമയത്ത് അദ്ദേഹം വരുന്ന സമയത്ത് അദ്ദേഹം ഉണ്ടാകും. നമ്മളോടൊപ്പം അദ്ദേഹമുണ്ട്. അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരുപാട് വികസന പ്രവർത്തനങ്ങളുണ്ട്. അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പോലും അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിലാണ് അദ്ദേഹം പെരുമാറിയിട്ടുള്ളതും പെരുമാറുന്നതും. അത് ഒരുപാട് വികസന പ്രവർത്തനങ്ങളാണ്. അതൊക്കെ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ പൂന്തറ പ്രദേശങ്ങളിൽ ചെല്ലുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അത് മുന്നോട്ട് കൊണ്ടുപോകണം. അടുത്ത സുഹൃത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം എങ്ങനെയാണ് കാണുന്നത്? സുധീറിനൊരു പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കേരളത്തിനകത്ത് എല്ലാവർക്കും അറിയാവുന്നുള്ളൊരു സാംസ്കാരിക പ്രവർത്തകനാണ് സുധീർ എന്ന് പറയുന്നത്. പിന്നെ സുധീറിൻ്റെ വിദ്യാഭ്യാസം നടക്കുന്ന വിദ്യാർത്ഥിയായിരിക്കുന്ന കാലഘട്ടം മുതൽ തന്നെ ഇടതുപക്ഷവും പുരോഗമന പ്രസ്ഥാനങ്ങളുമായിട്ടുള്ള സുധീറിൻ്റെ ബന്ധവും അതിനു വേണ്ടിയിട്ടുള്ള നിലപാടുകളും വളരെ ജനസമൂഹത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ വിദ്യാഭ്യാസ മേഖലയ്ക്ക് അകത്തുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് സാധാരണ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള ഇടപെടലും സമരങ്ങളും ഒക്കെ നേതൃത്വം കൊടുക്കാൻ സുധീറിന് കഴിഞ്ഞിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ സാംസ്കാരിക രംഗത്ത് വലിയ ഇടപെടൽ നടത്താൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. ഇപ്പോഴും അത് തുടരുകയാണ്. യഥാർത്ഥത്തിൽ ജനങ്ങളുടെ പ്രശ്നം ഏത് ഘട്ടത്തിലാണോ ആവശ്യം വരുന്ന ആ ഘട്ടങ്ങളിലെല്ലാം സുധീറിൻ്റെ പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലത്തിനകത്ത് ഒരു 4 ദിവസം കൊണ്ട് സുധീർ അങ്ങ് മേളിൽ പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റൊരു സ്ഥാനാർത്ഥികളെയും ഇങ്ങനെ ഇത്രയും വലിയ ഓട്ടപ്പാച്ചിൽ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ സുധീറേട്ടൻ ഓടി നടക്കുകയാണ്. അതെ, സുധീറിൻ്റെ ആളുകളുമായിട്ടുള്ളൊരു ബന്ധവും വളരെ സൗഹൃദമായിട്ടുള്ള ഒരുപാട് ബന്ധം സുധീറിന് ഉണ്ട്. എന്നാൽ ബിയോണ്ട് പൊളിറ്റിക്സ്
സുധീറിന് അങ്ങനെ ഒരു വലിയ ബന്ധം ഉണ്ട് എന്നുള്ളതാണ്. ആ ബന്ധങ്ങളെല്ലാം സുധീറിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത്. എവിടെ ചെല്ലുമ്പോഴും ജനം അങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. സുധീറിനെ ഉറപ്പിച്ചങ്ങ് പറയുകയാണ്. അത് വലിയ ഭൂരിപക്ഷത്തെ ജയിക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. ജനങ്ങളുടെ അടുത്തേക്കൊക്കെ പോകുന്ന സമയത്ത് അവർ ഒരു പ്രഥമ പരിഗണന എന്നുള്ള രീതിയിൽ ഒരു പ്രിലിമിനറി പ്രയോറിറ്റി ആയിട്ടുള്ള രീതിയിൽ എന്തൊക്കെ വികസന കാഴ്ചപ്പാടുകളാണ് മുന്നോട്ട് വെക്കുന്നത്? അല്ല, അതിനെക്കുറിച്ചൊക്കെ അടുത്ത റൗണ്ടിലാണ് നമ്മൾ വിശദമായി സംസാരിക്കുക. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ അവർ ഇലക്ഷന് ജയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവർക്കറിയാം. ഞാൻ അവരിൽ നിന്നും ജയിക്കുമ്പോൾ അവരോടൊപ്പമായിരിക്കും എന്നറിയാം. മാറി നിന്നുകൊണ്ടുള്ള പ്രവർത്തനമല്ല, അവരോടൊപ്പമായിരിക്കും എന്നുള്ളത്. അത് മാത്രം. ഞാൻ ആരെക്കുറിച്ചും ചീത്ത പറയാനോ മോശം പറയാനോ, എതിർ കാൻഡിഡേറ്റ്സിനെ കുറിച്ച് മോശം പറയാനോ, എതിർ പാർട്ടികളെ കുറിച്ച് മോശം പറയാനോ അല്ല നോക്കുന്നത്. ആ ഞാൻ ആരാണെന്നും പോലും അങ്ങനെയല്ല അന്വേഷിക്കുന്നത്. എന്നെ സംബന്ധിച്ചോളം ഞാൻ എൻ്റെ കാര്യങ്ങൾ ഞാൻ എന്താണെന്ന് അറിയിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അത് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ ജനിച്ച് ഇവിടെ വളർന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പലരും ഇവിടെ ജനിച്ചതാണെന്ന് പറയുന്ന പലവരും ഇവിടെ പറയുന്നുണ്ട്. അവരാരും ഇവിടെ ജനിച്ചതാണെന്നുള്ളത് മൊത്തത്തിൽ നോക്കണം. ഞാനിവിടെ ജനിച്ചു വളർന്ന് ഇവിടെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ സാംസ്കാരിക പ്രവർത്തനങ്ങളും സാമൂഹിക പ്രവർത്തനങ്ങളും നടത്തുന്ന തിരുവനന്തപുരത്തെ അറിയാവുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്തിൻ്റെ ഓരോ സ്പന്ദനങ്ങളും കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് നാട്ടുകാർക്ക് എന്നെ അറിയാം. അതനുസരിച്ചിട്ടുള്ള നല്ല പ്രതികരണമാണ് എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാനമായി ഒരു ചോദ്യം കൂടി. ആന്റണി രാജു വിളിച്ചിരുന്നോ? അദ്ദേഹവുമായിട്ട് സംസാരിച്ചിരുന്നോ? എന്തെങ്കിലും ഒരു പരിഭവമോ അതൃപ്തിയോ അദ്ദേഹത്തിന് ഉള്ളതായി മറ്റും മനസ്സിലാക്കി? അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന് ഒരു പരിഭവമില്ല. അദ്ദേഹം 100% എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് വീഡിയോ ക്ലിപ്പിങ്ങിലും പറഞ്ഞിട്ടുണ്ട്. ഞാനുമായി അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹം 5 വർഷം MLA മാത്രമല്ല, മന്ത്രി കൂടെ ആയിരുന്നപ്പോഴും പല വേദികളിലും ഒന്നിച്ച് സ്റ്റേജ് പങ്കിടുന്നത് ഞാൻ കൂടെ പോയിട്ടായിരുന്നു. നല്ല ബഹുമാനമുള്ള വ്യക്തിത്വമാണ്. പല കാരണങ്ങളും ഉണ്ടാകാം. അതൊക്കെ കാലം തെളിയിച്ചോളും, മാറ്റിക്കോളും. ഏതായാലും തെരഞ്ഞെടുപ്പ് പര്യടന പ്രവർത്തനങ്ങളുമായി സുധീർ കരമന മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അദ്ദേഹം രാവിലെ മുതൽ തന്നെ ഒരു ഓട്ടപ്രദക്ഷിണം തന്നെയാണ് നടത്തുകയും ചെയ്യുന്നത്. അത് വരും ദിവസങ്ങളിൽ പരമാവധി വോട്ടർമാരെ നേരിട്ട് കാണാൻ കൂടിയിട്ടാണ് വിനിയോഗിക്കുകയും ചെയ്യുന്നത്. PV രഞ്ജിത്തിനൊപ്പം അഭിജിത്ത് ജയൻ, സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.